എന്ന് പറയുന്നത് റെവിറ്റിന്റെ ഒരു പുതിയൊരു പ്രൊജക്റ്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ പുതിയൊരു പ്രൊജക്റ്റ് ചെയ്യുന്നത് നമ്മൾ ഇന്നലെ കണ്ട ആ ഒരു PDF-ന്റെ ബേസിലാണ്. ഈ ഒരു PDF-ൽ കാണുന്ന ഈ ഒരു ഫ്ലോർ പ്ലാൻ ആണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ റെവിറ്റ് സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതിനകത്ത് പുതിയൊരു പ്രൊജക്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ആ ഒരു പുതിയ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മോഡൽസിനകത്ത് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് നമ്മുടെ ടെംപ്ലേറ്റ് ബ്രൗസ് ചെയ്യാം. അപ്പൊ ഞാൻ ബ്രൗസ് ഓപ്ഷൻ എടുത്തു. നമുക്ക് ഡിഫോൾട്ട് മെട്രിക് എന്ന് പറയുന്ന ടെംപ്ലേറ്റ് ആണ് നോർമലി നമ്മൾ റെവിറ്റ് ആർക്കിടെക്ചർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ടെംപ്ലേറ്റ്. ഓക്കെ, അത് ഏത് ലൊക്കേഷനിലാണ് സേവ് ആവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാം ഡാറ്റ എന്ന് പറയുന്ന ഒരു ഫയലിനകത്ത് ഓട്ടോഡെസ്കിനകത്ത് റെവിറ്റ് 2022 എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടാവും. ഞാനിപ്പോ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിന്റെ വേർഷൻ 2022 ആയതുകൊണ്ടാണ് ഈ ഒരു RVT 2022 എന്ന് പറയുന്ന ഫോൾഡർ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇൻ കേസ് നമ്മുടെ ഇപ്പൊ 2023 വേർഷനിലുള്ള സോഫ്റ്റ്വെയർ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ RVT 2023 എന്നായിരിക്കും ഈ ഒരു ഫോൾഡർ ഉണ്ടാവുക. ഓക്കെ, അതിനകത്ത് ആ ഒരു ഫോൾഡറിന്റെ അകത്ത് നമുക്ക് അടുത്തൊരു ഫോൾഡർ ഉണ്ടാവും ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ഫോൾഡർ എടുക്കുക. അതിനകത്താണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന അടുത്തൊരു ഫോൾഡർ ഉണ്ടാവുക. അതിനകത്തായിരിക്കും നമ്മുടെ ഈ ഒരു ടെംപ്ലേറ്റ് സേവ് ആയിട്ടുണ്ടാവുക. അപ്പൊ ഞാൻ ഇവിടുന്ന് ഡിഫോൾട്ട് മെട്രിക് എന്ന് പറയുന്ന ആ ഒരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്തു. അതിനുശേഷം ഓപ്പൺ കൊടുത്തു. അപ്പൊ നമ്മുടെ ഡിഫോൾട്ട് മെട്രിക് എന്ന് പറയുന്ന ടെംപ്ലേറ്റ് ഇവിടെ ലോഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പുതിയ പ്രൊജക്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കിവിടെ ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷന്റെ താഴെയായിട്ട് പ്രൊജക്റ്റും ഉണ്ടാവും, പ്രൊജക്ട് ടെംപ്ലേറ്റും ഉണ്ടാവും. ഇൻ കേസ് നമ്മൾ പുതിയൊരു പ്രൊജക്റ്റ് ആണ് സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രൊജക്ട് ടെംപ്ലേറ്റ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ, പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നത് പ്രൊജക്ട് ടെംപ്ലേറ്റ് അല്ല. പ്രൊജക്ട് ടെംപ്ലേറ്റ് എങ്ങനെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയൊരു പ്രൊജക്റ്റ് ആണ് ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ പ്രൊജക്ട് എടുത്തു, അതിനുശേഷം ഓക്കെ കൊടുത്തു. അപ്പൊ ഇതാ ഇവിടെ പ്രൊജക്ട് 1 എന്ന് വന്നിട്ട് അവിടെ ഒരു നമ്മുടെ ലെവൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂണിറ്റ് സെറ്റ് ചെയ്യാൻ പോവാണ്. സോ ഞാൻ എന്ത് ചെയ്യാണ്, യൂണിറ്റ് സെറ്റ് ചെയ്യാൻ പോവാണ്. യൂണിറ്റ് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഷോർട്ട് കീ ഉണ്ട്, UN എന്നാണ് ഷോർട്ട് കീ. അപ്പൊ ഞാൻ ജസ്റ്റ് UN എന്ന് ടൈപ്പ് ചെയ്തു. എൻ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് UN ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ലെങ്ത്തിന് നേരെയായിട്ട് നമുക്ക് അവിടെ ഒരു എക്സാമ്പിൾ യൂണിറ്റ് തന്നിട്ടുണ്ടാവും. അത് ഡിഫോൾട്ട് ആയിട്ട് മില്ലിമീറ്ററിലാണ് നിൽക്കുന്നത്. അത് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ സെന്റിമീറ്റർ ആക്കാൻ പോവാണ്. അത് അവിടെ യൂണിറ്റ്സിൽ സെന്റിമീറ്റർ ആക്കി പോകും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. സോ ഞാൻ വേറൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. യൂണിറ്റ് സെന്റിമീറ്റർ ആക്കി കൊടുത്തു. അതിനുശേഷം ഞാൻ ഓക്കെ കൊടുത്തു. പിന്നെ അഗൈൻ ഓക്കെ. ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് എന്താണ്, ലെവൽസ് ആണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഈ ഒരു PDF നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോ ചെയ്യാൻ പോകുന്ന ഗ്രൗണ്ട് ഫ്ലോർ ആണ് ആദ്യം സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം ആവശ്യമുള്ള ലെവൽസുകൾ മാത്രമാണ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് പിന്നീട് ആവശ്യമുള്ള ലെവൽസ് ഒക്കെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ആവശ്യമുള്ള ലെവൽസ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവൽ വേണം, പ്ലിന്ത് ലെവൽ, ഗ്രൗണ്ട് ലെവൽ, പ്ലിന്ത് ലെവൽ, ലിന്റൽ ലെവൽ, റൂഫിന്റെ ബോട്ടം, റൂഫിന്റെ ടോപ്പ്. അതാണ് ഇവിടെ ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും ലെവൽസ് ആണ് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ ഞാൻ ആ ഒരു ലെവൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അഗൈൻ റെവിറ്റ് സോഫ്റ്റ്വെയർ നോക്കുന്നു. നമുക്ക് ലെവൽസ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് എവിടെയാണ്, എലിവേഷനിൽ മാത്രമേ നമുക്ക് ലെവൽസ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എലിവേഷനിൽ നമുക്ക് ഇവിടെ പ്രൊജക്ട് ബ്രൗസറിനകത്ത് എലിവേഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതിനകത്ത് ഏതെങ്കിലും ഒരു എലിവേഷനിലോട്ട് പോവാം. ഞാൻ ഇവിടെ സൗത്ത് എലിവേഷൻ ആണ് ചൂസ് ചെയ്യുന്നത്. ഞാൻ സൗത്ത് എലിവേഷൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് 2 ലെവൽസ് തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഈ ഒരു ലെവൽ 1, ലെവൽ 2 എന്ന് പറഞ്ഞ് കാണുന്ന ഈ 2 ലെവലുകളാണ് നമുക്ക് ഫ്ലോർ പ്ലാൻസിലും കാണാൻ പറ്റുന്നത്, സീലിംഗ് പ്ലാൻസിലും ആ 2 ലെവൽസ് തന്നെയായിരിക്കും കാണാൻ പറ്റുന്നത്. നമുക്ക് ഈ ലെവലിനെ വേണം 0 ലെവലിനെ ഗ്രൗണ്ട് ലെവൽ ആക്കണം, അടുത്ത് ഇതിനെ 45 ലെവലിലോട്ട് കൊണ്ടുവരണം, അതിന് പ്ലിന്ത് ലെവലിനെ റീനെയിം ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ലെവൽസിന് എന്തൊക്കെ ചേഞ്ചസ് വരുത്തുന്നുണ്ടോ, എന്തൊക്കെ റീനെയിം ചെയ്യുന്നുണ്ടോ, അതെല്ലാം എന്താണ് നമ്മുടെ ഈ ഒരു പ്രൊജക്ട് ബ്രൗസറിലുള്ള ഫ്ലോർ പ്ലാൻസിലും സീലിംഗ് പ്ലാൻസിലും അപ്ഡേറ്റ് ആയി വന്നോളും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുവാണ്, ഫസ്റ്റ് എനിക്ക് 0 ലെവൽ തന്നെയാണ് ഒരു ലെവൽ വേണ്ടത്, പക്ഷെ അതിന് നെയിം കൊടുക്കേണ്ടത് എനിക്ക് ഗ്രൗണ്ട് ലെവൽ എന്നാണ്. സോ ഞാൻ അതിന് ജസ്റ്റ് ലെവലിനെ സെലക്ട് ചെയ്തു. അതിനുശേഷം ആ ലെവൽ 1 എന്ന് പറയുന്ന ലേബലിനെ സെലക്ട് ചെയ്തിട്ട് ഗ്രൗണ്ട് ലെവൽ GL എന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്ത് നമുക്ക് വേണ്ട ലെവൽ എന്ന് പറയുന്നത് 45 ഹൈറ്റിലാണ്. ഈ ഒരു പ്ലിന്ത് ലെവൽ എന്ന് പറയുന്നത് 45 ഹൈറ്റിലാണ്.
അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ലെവൽ സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ ലെവലിനെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ 400 ആണ് നിൽക്കുന്നത്. അത് ചേഞ്ച് ചെയ്ത് ഞാൻ 45 കൊടുത്തു, എൻ്റർ ചെയ്തു. അതിനുശേഷം ആ ലെവലിന്റെ പേരൊന്ന് മാറ്റി കൊടുക്കാം. ലെവൽ 2 എന്ന് പറയുന്ന ലേബലിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം അത് ബാക്ക് സ്പേസ് കൊടുത്തു. ആ ഒരു ലെവൽ 2 ബാക്ക് സ്പേസ് കൊടുത്തിട്ട് PL പ്ലിന്ത് ലെവൽ എന്ന് പേര് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു രണ്ട് നെയിം കൺജസ്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ആ നെയിം ഒന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആ ഒരു നെയിമിനെ ലെഫ്റ്റ് സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു ബോക്സ് ഉണ്ടാവും. അതെന്താണ് ടിക്ക് ചെയ്തൊക്കെ ആയിരിക്കും. അതിനൊന്ന് ടിക്ക് ഓഫ് ചെയ്യുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ബോക്സിനെ ടിക്ക് ചെയ്യുക. അപ്പൊ ആ ഒരു നെയിം ഇങ്ങോട്ടേക്ക് ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ബാക്കി 4 ലെവൽസും കൂടെ നമുക്ക് സെറ്റ് ചെയ്യണം. 3 ലെവൽസും കൂടെ. ഏതൊക്കെ ലെവൽസാ? ലിന്റൽ ലെവല്, പിന്നെ റൂഫ് ബോട്ടം, പിന്നെ ഫസ്റ്റ് ഫ്ലോർ ഫ്ലാറ്റ്. അങ്ങനെ ഈ 3 ലെവൽസും കൂടെ ഇനി നമുക്ക് സെറ്റ് ചെയ്യണം. പക്ഷെ ഓൾറെഡി നമ്മുടെ കയ്യിൽ 2 ലെവൽസേ ഉള്ളൂ. ഇനി പുതിയതായിട്ട് ലെവൽസ് ക്രിയേറ്റ് ചെയ്യാൻ ഒന്നുകിൽ ആർക്കിടെക്ചർ ടാബിനകത്ത് ഡേറ്റ് എന്ന് പറയുന്ന പാനലിനകത്ത് ലെവൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ലെവൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കീ എന്ന് പറയുന്നത് LL ആണ്. സോ ഞാൻ LL എന്ന് ടൈപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ ആയിട്ട് ലെവൽസ് വരയ്ക്കാനുള്ള 2 ടൂൾസ് കാണാൻ പറ്റും ഡ്രോ പാനലിൽ. പിക് ലൈനും ഉണ്ട്, ലൈൻ ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോ പിക് ലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് എത്ര സെന്റിമീറ്റർ മാറിയിട്ടുള്ള ലെവലാണ് വേണ്ടത് അത്രയും നമ്മളിവിടെ ഓഫ്സെറ്റ് ആയിട്ട് കൊടുത്തിട്ട് ലെവൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. എനിക്കിവിടെ പ്ലിന്ത് ലെവലിൽ നിന്നും 210 ഹൈറ്റിലാണ് അടുത്തൊരു ലെവൽ വേണ്ടത്. സോ ഞാൻ ഓഫ്സെറ്റ് ആയിട്ട് 210 എന്ന് കൊടുത്തു. അതിനുശേഷം ഞാൻ ഈ പ്ലിന്ത് ലെവലിനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കും. അപ്പോഴേക്കും പ്ലിന്ത് ലെവലിൽ നിന്നും 210 ഹൈറ്റില് അടുത്തൊരു ലെവൽ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ആ ഒരു ലെവൽ നിൽക്കുന്നത് പക്ഷെ 210 ആണ് കൊടുത്തെങ്കിലും 255 എന്നാണ് കാണിക്കുന്നത്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ആ ഒരു 210 ഹൈറ്റ് മെഷർ ചെയ്തിരിക്കുന്നത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ആയതുകൊണ്ടാണ് 255 എന്ന് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ എത്ര ലെവൽസ് വരച്ചു കഴിഞ്ഞാലും അത് 0 ലെവലിൽ നിന്നായിരിക്കും അവർ മെഷർ ചെയ്ത് എടുക്കുക. അതുകൊണ്ടാണ് 255 എന്ന് കാണിച്ചിരിക്കുന്നത്. പക്ഷെ അതിന്റെ കറക്റ്റ് ഡയമെൻഷൻ ആ ഒരു പ്ലിന്ത് ലെവലിൽ നിന്നും ഈ ഒരു ഇപ്പൊ മൂന്നാമത് വരച്ച ഈ ലെവലിന്റെ ഡിസ്റ്റൻസ് 210 തന്നെ ആയിരിക്കും. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അനോട്ടേറ്റ് ടാബിൽ പോവുക, അലൈൻ്റെ ഡയമെൻഷൻ എടുക്കുക, ഈ 2 ലെവൽസും ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. കറക്റ്റ് ആണ്, അത് 210 ഹൈറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത ഈ ഒരു ലെവലിന് റീനെയിം ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ലെവലിനെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ലെവൽ 3 എന്നുള്ളത് മാറ്റിയിട്ട് അതിന്റെ പേര് എന്ത് കൊടുക്കാം? ഞാൻ ലിന്റൽ ലെവൽ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ലെവൽ സെറ്റ് ചെയ്യാം. അടുത്ത ലെവൽ എന്ന് പറയുന്നത് റൂഫിന്റെ ബോട്ടം ആണ്. റൂഫിന്റെ ബോട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലിന്ത് ലെവലിൽ നിന്നും 300 ഹൈറ്റിലാണ് വേണ്ടത്. സോ ഞാൻ LL ടൈപ്പ് ചെയ്തു, പിക് ലൈൻ ചൂസ് ചെയ്തു, ഓഫ്സെറ്റ് ആയിട്ട് 300 കൊടുത്തു. അതിനുശേഷം പ്ലിന്ത് ലെവലിനെ ഞാൻ ഇങ്ങനെ പിക്ക് ചെയ്ത് കൊടുത്തു. അപ്പൊ പ്ലിന്ത് ലെവലിൽ നിന്നും 300 ഹൈറ്റിലായിരിക്കും അടുത്ത ആ ഒരു ലെവൽ വന്നിട്ടുണ്ടാവുക. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അനോട്ടേറ്റ് ടാബിൽ പോയി അതിന്റെ ഡയമെൻഷൻ എടുത്തു. ഈ ഒരു പ്ലിന്ത് ലെവലിനെ സെലക്ട് ചെയ്തു. അതിനുശേഷം ആ ലാസ്റ്റ് വരച്ച ലെവലിനെ സെലക്ട് ചെയ്തു. കറക്റ്റ് ആയിട്ട് അതൊരു 300 ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ലെവലിനെ ഒന്ന് റീനെയിം ചെയ്യാം. റീനെയിം ചെയ്യാനായിട്ട് ലെവലിനെ സെലക്ട് ചെയ്തു. ഈ ലേബലിനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ RB എന്ന് പേര് കൊടുത്തു, റൂഫ് ബോട്ടം. നെക്സ്റ്റ് ഇനി നമുക്ക് അടുത്തൊരു ലെവലും കൂടെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ചെയ്യാനായിട്ട് LL ടൈപ്പ് ചെയ്തു, പിക് ലൈൻ ചൂസ് ചെയ്തു, റൂഫ് ടോപ്പ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ലെവൽ. അതെന്ന് പറയുന്നത് റൂഫ് ബോട്ടത്തിൽ നിന്നും ഒരു 10 സെന്റിമീറ്റർ ഹൈറ്റിലായിരിക്കും ഇരിക്കുക. ഓഫ്സെറ്റ് ആയിട്ട് 10 കൊടുത്തു. എന്നിട്ട് നമുക്ക് റൂഫ് ബോട്ടത്തിനെ സെലക്ട് ചെയ്തെടുക്കാം. ഇപ്പം അടുത്തൊരു ലെവൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ട് ആ ലെവൽ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഞാൻ ആ ലെവലിനെ സെലക്ട് ചെയ്തു. അതിനുശേഷം എന്നില് ജസ്റ്റ് ആ ലേബലിനെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ അതിന് ബാക്ക് സ്പേസ് കൊടുത്തു. എന്നിട്ട് അതിനൊരു പേര് കൊടുക്കുന്നത് അതിനകത്ത് നമ്മുടെ ഈ ഒരു PDF-നകത്ത് അതിന് ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ FFP എന്ന് പറഞ്ഞിട്ട് കൊടുക്കുവാണ് അതിന്റെ ഷോർട്ട് ആയിട്ട്, FFP. പിന്നെ നമ്മള് ലെവൽ ക്രിയേറ്റ് ചെയ്തിട്ട് അടുത്ത റീനെയിം ചെയ്യാൻ നേരത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് ഇപ്പൊ ഞാനിപ്പോ ഒരു ലെവൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഒരു 300 ഹൈറ്റില് ഒരു ലെവൽ ഞാൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പിക് ലൈൻ ഓപ്ഷൻ എടുത്തു, ഓഫ്സെറ്റ് ഒരു 300 കൊടുത്തു. ലാസ്റ്റത്തെ ഈ റൂഫ് ടോപ്പിനെ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ അടുത്ത നേരെ ഡയറക്റ്റ് പോയി ഇതിനെ ലേബലിനെ ചേഞ്ച് ചെയ്യാനായിരിക്കും നോക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ നേരെ പോയി ഈ ഒരു ലേബലിനെ എഡിറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ
ലെവൽസ് തന്നെ ആയിരിക്കും പിന്നെ ക്രിയേറ്റ് ആയി വരാം. ഞാനിപ്പോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് സോറി അല്ലേ നമ്മള് അതായത് ഇപ്പൊ ഞാൻ പിക്ക് ലൈൻ എടുത്തു 300 ഹൈറ്റിൽ കൊടുത്തിട്ട് ഈ ഒരു ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ലെവലിനെ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാനിപ്പോ പോയി നമ്മൾ റീനെയിം ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്, ആ ഒരു ലെവലിനെ സെലക്ട് ചെയ്തിട്ടാണ് പോയി റീനെയിം ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഞാൻ അഗെയിൻ നേരെ പോയി ആ ലെവലിനെ സെലക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അടുത്ത ലെവൽ ആയിരിക്കും ക്രിയേറ്റ് ആവുക. സോ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു ടൂൾ എടുത്തു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യുന്ന വരെ ആ ടൂൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ അടുത്ത ആ ഒരു ടൂളിൽ നിന്ന് എക്സിറ്റ് ആവാനായിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് 2 തവണ ക്യാൻസൽ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലെവലിനെ സെലക്ട് ചെയ്തിട്ട് വേണം റീനെയിം ചെയ്യാൻ. അല്ലാതെ ഡയറക്റ്റ് റീനെയിം ചെയ്യാനായിട്ട് നമ്മൾ ലെവലിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പുതിയ പുതിയ ലെവൽസുകൾ ഇങ്ങനെ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എനിക്ക് ഈ ഒരു എന്ന് പറയുന്ന ലെവൽ വേണ്ട, ഞാൻ വെറുതെ കാണിച്ചു തന്നതാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ ജസ്റ്റ് അത് ഡിലീറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ലെവൽസ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് അടുത്ത വോളാണ് വരയ്ക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ PDF നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വോളിന്റെ തിക്നെസ് ഓൾറെഡി തന്നിട്ടുണ്ട്. 23 സെന്റിമീറ്റർ ആണ് വോളിന്റെ തിക്നെസ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ആ വോളിന്റെ തിക്നെസ്സിന് ആ ഒരു 23 വോൾ നമുക്ക് എടുത്തിട്ട് വേണം വരയ്ക്കാനായിട്ട്. അപ്പൊ ഞാൻ റെവിറ്റ് സോഫ്റ്റ്വെയറിൽ വന്നു. നമ്മൾ വോൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏത് ലെവലാണോ സ്റ്റാർട്ട് എടുക്കുന്നത്, അതായത് വോൾ വരയ്ക്കാനായിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്ന ലെവൽ ഏതാണോ ആ ഒരു ലെവലിന്റെ മുകളിലോട്ടായിരിക്കും നമ്മുടെ വോൾ ക്രിയേറ്റ് ആവുക. വോളിന്റെ കേസിൽ മാത്രം എടുക്കുന്ന ലെവലിന്റെ മുകളിലോട്ടായിരിക്കും വോളുകൾ ക്രിയേറ്റ് ആയി വരിക. നമ്മൾ ഫ്ലോർ വരയ്ക്കുന്ന സമയത്ത് അതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഏത് ലെവലാണോ എടുക്കുന്നത് അതിന്റെ താഴോട്ടായിരിക്കും ഫ്ലോർസ് ക്രിയേറ്റ് ആയി വരുന്നത്. അപ്പം നമുക്ക് വോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നിട്ടാണ്? പ്ലിന്ത് ലെവലിൽ നിന്നാണ് വോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് പ്ലിന്ത് ലെവൽ മുതൽ നമുക്ക് ലിൻഡൽ ലെവൽ വരെയാണ് വോൾ വേണ്ടത്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലിന്ത് മുതൽ നമുക്ക് ആക്ച്വലി നമ്മൾ വിചാരിക്കുന്ന വെച്ചാൽ പ്ലിന്ത് ലെവൽ മുതൽ റൂഫിന്റെ ബോട്ടം വരെ ആണല്ലോ വോൾ വരുന്നത്. പിന്നെ എന്തുകൊണ്ട് ഞാൻ ലിൻഡൽ ലെവൽ വരെ വരച്ചു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. പക്ഷെ നമ്മൾ നോർമലി ഒരു വോൾ വരയ്ക്കുമ്പോൾ നമ്മുടെ ഒരു ബ്രിക്ക് വോൾ ആയിരിക്കത്തില്ല കണ്ടിന്യൂസ് ആയിട്ട് ഒരു വോളിൽ പോകുന്നത്. ലിൻഡൽ ലെവൽ വരെ നമ്മുടെ നോർമൽ ബ്രിക്ക് വോളും അതിനുശേഷം ഒരു 15 സെന്റിമീറ്റർ ഹൈറ്റിൽ ഒരു ലിൻഡൽ വോൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു ലിൻഡൽ വോളും ക്രിയേറ്റ് ചെയ്യണം. പിന്നെ അതിനുശേഷം മുകളിലോട്ട് ഒരു ബ്രിക്ക് വോളും ക്രിയേറ്റ് ചെയ്യണം. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത എന്താണ് ലിൻഡൽ ലെവൽ മുതൽ അതിന്റെ മുകളിൽ അതായത് പ്ലിന്ത് ലെവൽ മുതൽ ലിൻഡൽ ലെവൽ വരെ ഒരു ബ്രിക്ക് വോൾ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം ലിൻഡൽ ലെവൽ മുതൽ ഒരു 15 സെന്റിമീറ്റർ ഹൈറ്റിൽ അടുത്തൊരു ലിൻഡൽ വോൾ വേണം. അതിനുശേഷമായിരിക്കും നമ്മൾ റൂഫ് ബോട്ടം വരെ, ഈ ലിൻഡൽ വോളിന് മുകളിലോട്ട് റൂഫ് ബോട്ടം വരെ നമുക്ക് ബ്രിക്ക് വോൾ തന്നെയാണ് വേണ്ടത്. അതായത് 3 ലെയർ ആയിട്ടായിരിക്കും നമ്മൾ ഇവിടെ വോൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്ത് സെറ്റ് ചെയ്യുന്നത്, പ്ലിന്ത് ലെവൽ മുതൽ ലിൻഡൽ ലെവൽ വരെയാണ് നമ്മുടെ വോൾ വേണ്ടതെന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ വോൾ എടുക്കുമ്പോൾ ഇതിപ്പോ ഞാൻ നിൽക്കുന്നത് എലിവേഷനിലാണ്, സൗത്ത് എലിവേഷനിലാണ് നിൽക്കുന്നത്. സൗത്ത് എലിവേഷനിൽ നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് ആർക്കിടെക്ചറിൽ പോയി വോൾ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് എലിവേഷൻ ആയതുകൊണ്ടാണ്. നമുക്ക് വോൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലോർ പ്ലാനിൽ പോയാൽ മാത്രമേ വോൾ വരയ്ക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് വോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണോ ആ ഒരു ലെവൽ പോയി നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പൊ ഫ്ലോർ പ്ലാനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലെവൽസ് എല്ലാം കാണാൻ പറ്റും. അതിൽ നമുക്ക് ഞാൻ പറഞ്ഞു പ്ലിന്ത് ലെവൽ മുതലാണ് നമ്മുടെ വോൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ നമ്മൾ എന്ത് ചെയ്യണം, ഫ്ലോർ പ്ലാൻസിലുള്ള പ്ലിന്ത് ലെവലിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മുടെ വോൾ വരച്ചു തുടങ്ങുന്നത്. സോ ഞാൻ പ്ലിന്ത് ലെവലിനെ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഫ്ലോർ പ്ലാൻസിൽ തന്നെയുള്ള പ്ലിന്ത് ലെവലിനെ സെലക്ട് ചെയ്യുക, സീലിംഗ് പ്ലാൻസിനെ അല്ല. സോ അത് രണ്ടും കൺഫ്യൂസ് ആവാതെ നോക്കാം. അപ്പൊ ഞാൻ ഫ്ലോർ പ്ലാൻസിലുള്ള പ്ലിന്ത് ലെവൽ എടുത്തു. അതിനുശേഷം ഞാൻ ആർക്കിടെക്ചറിൽ പോയിട്ട് വോൾ സെലക്ട് ചെയ്തു. അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത് ആകെ ജനറിക് 200 mm ഉണ്ട്, അതായത് 20 സെന്റിമീറ്റർ ഉണ്ട്, 30 സെന്റിമീറ്റർ വോളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമായിട്ടുള്ള 23 സെന്റിമീറ്റർ വോൾ അവിടെ കാണത്തില്ല. അത് നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ജനറിക് 200 mm വോൾ എന്ന് പറയുന്നതിനെ സെലക്ട് ചെയ്തു. അതിനെയാണ് ഞാൻ എഡിറ്റ് ചെയ്തത് 23 സെന്റിമീറ്ററിലോട്ട് ആക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എഡിറ്റ് ടൈപ്പ് എന്ന് പറയുന്ന പ്രോപ്പർട്ടീസിനകത്ത് എഡിറ്റ് ടൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് എഡിറ്റ് ചെയ്യാനായിട്ട് പാടില്ല.
കാരണം ഇത് ഈ ഒരു ജനറിക് 200 mm ആയാലും 300 mm ആയാലും അതെല്ലാം ഡിഫോൾട്ട് ആയിട്ട് റെവിറ്റിനകത്ത് ഉണ്ടായിരുന്ന ബോളാണ്. അപ്പൊ അതിനെ നമ്മൾ ഡയറക്റ്റ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് 200 mm എനിക്ക് എഡിറ്റ് ചെയ്ത് 230 ആക്കണം എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ഡയറക്റ്റ് എന്താണ് നേരിട്ട് തന്നെ അതിനെ എഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അത് 200 mm എന്ന് പറയുന്ന വോൾ നമുക്ക് അവിടെ കിട്ടത്തില്ല. ആ 230 mm അത് ചേഞ്ച് ആയിട്ടുണ്ടാവും. സോ നമുക്ക് വേണ്ടത് പക്ഷെ അങ്ങനെയല്ല. നമുക്ക് ആ 200 mm വോളും വേണം, അതുപോലെ തന്നെ 230 mm വോളും നമുക്ക് അവിടെ തന്നെ വേണം. സോ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ എഡിറ്റ് ചെയ്യാൻ പോകുന്ന വോളിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആദ്യം എടുക്കുക. എന്നിട്ട് അതിനെ ആയിരിക്കും നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ 200 mm വോളും അവിടെ കാണാൻ പറ്റും, 230 mm വോളും അവിടെ കാണാൻ പറ്റും. സോ ഞാൻ എന്ത് ചെയ്യുവാണ്, ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്പോൾ നമുക്ക് അവിടെ ഒരു നെയിം കൊടുക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കും വരാം. നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു നെയിം കൊടുക്കാം. ഞാൻ അവിടെ വോൾ 23 എന്ന് നെയിം കൊടുത്തു. ഓക്കെ, വോൾ 23 എന്ന് നെയിം കൊടുത്തു, അതിനുശേഷം ഓക്കെ കൊടുത്തു. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ആ വോൾ 23 എന്നായിരിക്കും അതിന്റെ നെയിം ഉണ്ടാവുക. അതിനുശേഷം നമുക്ക് ഇനി എഡിറ്റിംഗ് പ്രോസസ്സിലോട്ട് കടക്കാം. എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ സ്ട്രക്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതിന് തൊട്ട് നേരെയായിട്ട് എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിലാണ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു 20 സെന്റിമീറ്ററിന്റെ എന്താണ് എന്തോ ഒരു മെറ്റീരിയൽ ആണ്. ആക്ച്വലി ഇതൊരു വോളിന്റെ മെറ്റീരിയൽ വോളാണ് നിൽക്കുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് ഒരു ബ്രിക്ക് വോൾ ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട 23 സെന്റിമീറ്ററിന്റെ വോൾ ആണെന്ന് പറയും. എങ്ങനെയാണ് ഒരു വോൾ 23 സെന്റിമീറ്റർ ആവുന്നത്? 20 സെന്റിമീറ്ററിന്റെ ബ്രിക്കും അതിന്റെ കൂട്ടത്തില് രണ്ട് സൈഡിലായിട്ട് 1.5 പ്ലാസ്റ്ററിങ്ങും കൂടെ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഒരു വാൾ തിക്നെസ് 23 കിട്ടുന്നത്. സോ നമുക്ക് ആ ഒരു പ്ലാസ്റ്ററിങ്ങും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ നമുക്കിവിടെ ഒരൊറ്റ സ്ട്രക്ചർ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിന് മുകളിലായിട്ട് കോർ ബൗണ്ടറി, അതിന് മുകളിലും താഴെയായിട്ട് രണ്ട് കോർ ബൗണ്ടറീസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. ആ ഒരു കോർ ബൗണ്ടറി അത് ഡിഫോൾട്ട് ആയിട്ട് അതിനകത്ത് ഉള്ളതാണ്. എന്താണ് കോർ ബൗണ്ടറി എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ നമുക്ക് പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുവാണ്. അപ്പൊ നമ്മുടെ ഒബ്ജക്റ്റിന്റെ പ്രിവ്യൂ ആയിരിക്കും, നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒബ്ജക്റ്റിന്റെ പ്രിവ്യൂ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഒബ്ജക്റ്റിന് ചുറ്റുമായിട്ട് ഒരു ഔട്ടർ ലൈൻ കാണാൻ പറ്റും. അതിനെയാണ് അവരിവിടെ കോർ ബൗണ്ടറി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ മുകളിലുള്ളതിനെയാണ് ഇതായി ഫസ്റ്റ് കാണിക്കുന്ന കോർ ബൗണ്ടറി എന്ന് പറയുന്നത്. താഴത്തെ പോർഷൻ ആണ് ഈ താഴെ കാണുന്ന കോർ ബൗണ്ടറി. അപ്പൊ ജസ്റ്റ് ആ ഒരു കോർ ബൗണ്ടറിയെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ആ കോർ ബൗണ്ടറി എന്ന് കൊടുത്തിരിക്കുന്നത്. അത് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റുന്ന കാര്യമില്ല. അപ്പൊ ഇനി നമുക്ക് അടുത്ത രണ്ട് സ്ട്രക്ചേഴ്സും കൂടെ ആഡ് ചെയ്യണം. എന്തിന്റെ സ്ട്രക്ചേഴ്സ് ആണ്? പ്ലാസ്റ്ററിങ് ചെയ്യാനുള്ള രണ്ട് സ്ട്രക്ചേഴ്സും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ രണ്ട് സ്ട്രക്ചേഴ്സും കൂടെ ആഡ് ചെയ്യാനായിട്ട് ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബില് നമുക്കിവിടെ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബ് കാണാൻ പറ്റും. അതിന് രണ്ട് തവണ ക്ലിക്ക് ചെയ്യാം. കാരണം എനിക്ക് രണ്ട് പ്ലാസ്റ്ററിംഗ് മെറ്റീരിയൽ ആണ് വേണ്ടത്, ഒന്ന് മുകളിൽ ഒന്ന് താഴെയുമായിട്ട്. അപ്പൊ ഞാൻ ഇൻസേർട്ടിനകത്ത് രണ്ട് തവണ ക്ലിക്ക് ചെയ്തു. അപ്പൊ നമുക്ക് രണ്ട് സ്ട്രക്ചേഴ്സ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലാസ്റ്ററിംഗ് എന്ന് പറയുന്നത് ഈ കോർ ബൗണ്ടറിക്ക് മുകളിലായിട്ട് വേണം, ഒരു പ്ലാസ്റ്ററിംഗ് എന്ന് പറയുന്നത് ഈ കോർ ബൗണ്ടറിക്ക് താഴെയായിട്ട് വേണം. പക്ഷെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് രണ്ട് കോർ ബൗണ്ടറിയുടെ ഉള്ളിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് അതിനെ കോർ ബൗണ്ടറിക്ക് പുറത്തായിട്ട് അറേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ സ്ട്രക്ചർ 1 എന്ന് പറയുന്ന ഈ സ്ട്രക്ചറിനെ സെലക്ട് ചെയ്തു. നമുക്ക് ഈ ഒരു ഫുൾ റോയെ സെലക്ട് ചെയ്യാനായിട്ട് ഈ നമ്പറിംഗ് വരുന്ന പോർഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ആ ഒരു ഫുൾ റോയെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ 2 എന്ന് പറയുന്ന നമ്പറിംഗ് കണ്ട ആ ഒരു പോർഷനിൽ ക്ലിക്ക് ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ അപ്പ് ഓർ ഡൗൺ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നമുക്കിവിടെ കോർ ബൗണ്ടറിക്ക് മുകളിലായിട്ടാണ് ഈ ഒരു സ്ട്രക്ചറിനെ പ്ലേസ് ചെയ്യേണ്ടത്. സോ ഞാൻ അപ്പ് ഓപ്ഷൻ കൊടുത്തു. അപ്പൊ അവിടെ ഇങ്ങനെ കോർ ബൗണ്ടറിക്ക് മുകളിലായിട്ട് അത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്ട്രക്ചറിന് കോർ ബൗണ്ടറിക്ക് താഴെയായിട്ടാണ് വേണ്ടത്. സോ ഈ ഫോർത്ത് കാണുന്ന ഈ സ്ട്രക്ചറിനെ സെലക്ട് ചെയ്തു, ഡൗൺ കൊടുത്തു. അപ്പൊ അത് കോർ ബൗണ്ടറിക്ക് താഴെയായി. ഇനി നമ്മൾ സെറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഹൈറ്റ് ആണ്, അതായത് തിക്നെസ് ആണ്. നമുക്ക് എത്ര തിക്നെസ് ആണ് പ്ലാസ്റ്ററിങ്ങിന് വരുന്നത്, എത്ര തിക്നെസ് ആണ് ബ്രിക്കിന് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് ആദ്യം വരുന്നത് ഒരു പ്ലാസ്റ്ററിംഗ് മെറ്റീരിയൽ ആണ്. അതിന്റെ തിക്നെസ് 1.5 സെന്റിമീറ്റർ ആണ്. രണ്ടാമത് വരുന്നത് 20 സെന്റിമീറ്റർ തിക്നെസ് ഉള്ള ഒരു ബ്രിക്ക് വാൾ ആണ്. സോ അതിന്റെ തിക്നെസ് വരുമ്പോൾ 20 കൊടുക്കുക. പിന്നെ താഴെ ഒരു പ്ലാസ്റ്ററിംഗ് വരുന്നുണ്ട് 1.5, ഞാൻ അതിനും 1.5 എന്ന് കൊടുത്തു. അപ്പൊ നമ്മുടെ സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും ഇരിക്കുക. പക്ഷെ നമുക്ക് ആദ്യത്തെ ഞാൻ പറഞ്ഞു ആദ്യം പ്ലാസ്റ്ററിംഗ് ആണ്, പിന്നെ ഇവിടെ ബ്രിക്ക് ആണ് വരേണ്ടത്, ഇവിടെയും പ്ലാസ്റ്ററിംഗ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഇപ്പൊ മൂന്ന് മെറ്റീരിയൽ ഒരേപോലെയാണ് ഇരിക്കുന്നത്. ഇതിന് നമ്മൾ കാരണം എന്ന് വെച്ചാൽ ഇതിന് നമ്മൾ മെറ്റീരിയൽസ് ഒന്നും അസൈൻ ചെയ്ത് കൊടുക്കാത്തതുകൊണ്ട്. അപ്പൊ ആ ഒരു മെറ്റീരിയൽ അസൈൻ ചെയ്യാനായിട്ട് നമുക്കിവിടെ മെറ്റീരിയലിനകത്ത് ഇവിടെ ഒരു മെറ്റീരിയൽ ബോക്സ് കാണുന്നില്ലേ, അതിനകത്ത് ഓരോ സ്ട്രക്ചറിനും നേരെ ബൈ കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും.
ആ ഒരു ബൈ കാറ്റഗറിയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്ലാസ്റ്ററിംഗ് ആണ്. അപ്പോൾ ബൈ കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു 3 ഡോട്ട് കാണാൻ പറ്റും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പ്ലാസ്റ്ററിങ്ങിന് കൊടുക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് കോൺക്രീറ്റ്, സാൻഡോ, സിമന്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ് നമ്മൾ പ്ലാസ്റ്ററിങ്ങിന് നോർമലി കൊടുക്കുക. അത് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പൊ കണ്ടോ, ആ ഒരു മെറ്റീരിയൽ കൊടുത്തതിനനുസരിച്ച് പ്രിവ്യൂക്കകത്തും ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അവിടെ ഒരു പ്ലാസ്റ്ററിംഗ് മെറ്റീരിയൽ ആണ് അസൈൻ കൊടുക്കുന്നത്. സെക്കൻഡ് വരുന്നത് ഈ ഒരു ബ്രിക്കിന്റെ പോർഷൻ ആണ്. അവിടെ നമുക്ക് ബ്രിക്കിന്റെ മെറ്റീരിയൽ അസൈൻ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ സെക്കൻഡ് സ്ട്രക്ചറിൽ ബൈ കാറ്റഗറിയാണ് നിൽക്കുന്നത്. അവിടെ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് നമ്മൾ ബ്രിക്കിന്റെ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ബ്രിക്ക് കോമൺ എന്ന് പറഞ്ഞിട്ട് ഒരു മെറ്റീരിയൽ കാണാൻ പറ്റും. ആ ഒരു മെറ്റീരിയലിനെ സെലക്ട് ചെയ്ത് ഓക്കെ എടുക്കും. അപ്പോൾ അവിടെ ബ്രിക്കിന്റെ ഹാച്ച് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് താഴെയായിട്ട് പിന്നെ ഒരു പ്ലാസ്റ്ററിംഗ് ഉണ്ട്. അതിനും ഈ മുകളിൽ കൊടുത്ത അതേ സെയിം മെറ്റീരിയൽ തന്നെ കൊടുക്കാം. ബൈ കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്യുക, 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പ്ലാസ്റ്ററിംഗിന്റെ മെറ്റീരിയൽ കൊടുക്കാം. കോൺക്രീറ്റ്, സാൻഡോ, സിമന്റ് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വോള്, മുകളിലെ പ്ലാസ്റ്ററിംഗ്, പിന്നെ ബ്രിക്ക്, ഇവിടെ ഒരു അടുത്തൊരു പ്ലാസ്റ്ററിംഗ്. അപ്പൊ നമ്മുടെ കറക്റ്റ് അതിന്റെ ഒരു സെക്ഷണൽ വ്യൂ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇങ്ങനെയാണ് നമുക്ക് വാൾ ക്രിയേറ്റ് ചെയ്ത് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു വാളിനെയാണ് പ്ലിന്ത് ലെവൽ മുതൽ ലിൻഡൽ ലെവൽ വരെ കൊടുക്കാനായിട്ട് പോകുന്നത്. സോ അപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു വാൾ ഇങ്ങനെ സെറ്റ് ചെയ്തു. അതിനുശേഷം ഓക്കെ കൊടുക്കുക, എഗെയിൻ ഒന്നുകൂടെ ഓക്കെ കൊടുക്കുക. ഇനി നമ്മൾ ആർക്കിടെക്ചർ ടാബിൽ വാൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വാൾ ആയിരിക്കും ഇവിടെ കാണാൻ പറ്റുക. ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ എഡിറ്റ് ചെയ്ത ജനറേറ്റ് 200 mm വാളും അവിടെ തന്നെ കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണ്, നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൊടുത്തതെന്നാണ്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ ഈ ജനറേറ്റ് 200 mm അവിടെ കാണില്ലായിരുന്നു. അതിന് പകരം വാൾ 23 ആയിരിക്കും കാണാൻ പറ്റും. നമ്മൾ എപ്പോൾ ചെയ്താലും ഏത് വാളിൽ നിന്നല്ല ഏതൊരു കമ്പോണന്റ് എടുത്താലും, റെവിറ്റിലുള്ള ഏതൊരു കമ്പോണന്റ് എടുത്താലും നമ്മൾ എഡിറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എഡിറ്റ് ചെയ്യാൻ പാടില്ല, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ചെയ്യാവും. അത് നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഓരോന്നും പഠിക്കും. ഡോർ ആയാലും വിൻഡോ പ്ലേസ് ചെയ്യുന്ന ആയാലും ഒക്കെ നമ്മൾ ഡയറക്റ്റ് എഡിറ്റ് ചെയ്യില്ല, ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും എഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഇനി നമുക്ക് വാൾ വരച്ചു കൊടുക്കാം. അതിനുവേണ്ടി ആർക്കിടെക്ചർ ടാബിൽ വാൾ എടുത്തു. അപ്പൊ നമ്മുടെ ഫ്ലോർ പ്ലാൻ എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ആണ്. ഫസ്റ്റ് കാണുന്നത് ഒരു റെക്ടാംഗിൾ ആണ്. ഒരു റെക്ടാംഗിൾ ഷേപ്പിലുള്ള ഒരു ബെഡ്റൂം ആണ്. അതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ ലൈൻ ചൂസ് ചെയ്തിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ റെക്ടാംഗിൾ യൂസ് ചെയ്തിട്ട് വരയ്ക്കാം. അപ്പൊ ഞാൻ ഇവിടുന്ന് ലൈൻ ചൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നതെന്ന് വിചാരിക്കാം. ഞാൻ ലൈൻ എടുത്തു. അപ്പൊ നമുക്ക് ഇവിടെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 360/390 ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞു, നമ്മൾ വോള് വരയ്ക്കുമ്പോൾ ഡയറക്റ്റ് ഇന്നർ ഡയമെൻഷന്റെ വാല്യൂ നമ്മൾ കൊടുക്കാൻ പാടില്ല. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഡയമെൻഷന്റെ കൂട്ടത്തിൽ വോളിന്റെ തിക്നെസ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. രണ്ട് സൈഡിലുള്ള വാൾ തിക്നെസിന്റെ ഹാഫ്. അങ്ങനെ ആകുമ്പോൾ, അതായത് ഇപ്പൊ എനിക്ക് 23 സെന്റിമീറ്റർ ഉള്ള വാളാണ് ഞാൻ വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ 360യുടെ കൂടെ 23/2 പ്ലസ് 23/2 കൂടെ കൊടുക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? 360 + 23 ആണ്. അതാണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ നമുക്കത് വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാനത് വരയ്ക്കാനായിട്ട് പ്രൈവറ്റിനകത്ത് വന്നു. അപ്പൊ നമുക്ക് 360/23 ആണ് വരയ്ക്കേണ്ടത്. സോറി, 360 + 23 എന്ന് പറയുന്ന ഡയമെൻഷനിലാണ് എക്സ് ആക്സിസിൽ വരയ്ക്കേണ്ടത്. അതായത് 383 സെന്റിമീറ്റർ. സോ ഞാൻ ഇവിടുന്ന് ലൈൻ ചൂസ് ചെയ്തു. ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടായിട്ട് 383 സെന്റിമീറ്റർ വരച്ചു. ഇനി മുകളിലോട്ടായിട്ട് നമുക്ക് 390 ആണ് വേണ്ടത്. സോ അപ്പൊ നമ്മൾ എന്ത് കൊടുക്കുക? 390യുടെ കൂടെ 23 കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് 413. 413 കൊടുത്തു, എൻ്റർ ചെയ്തു. ഇനി നമ്മൾ മൗസിന്റെ കഴ്സർ ഇങ്ങോട്ട് കൊണ്ടുവെക്കുമ്പോഴത്തേക്കും അവിടെ ആ ഒരു എൻഡ് പോർഷൻ എത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ കാണിക്കും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക, അടുത്ത വോളുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് കറക്റ്റ് ആണോ എന്നൊന്ന് മെഷർ ചെയ്ത് നോക്കാം. അനോട്ടേറ്റ് ടാബിൽ വരിക, അലൈൻഡ് ഡയമെൻഷൻ എടുക്കുക. ഇപ്പോൾ വാൾ സെന്റർ ലൈൻ ആണ് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് വാൾ ഫേസസ് സെലക്ട് ചെയ്യാൻ പറ്റില്ല. സോ വാൾ സെന്റർ ലൈൻ മാറ്റിയിട്ട് വാൾ ഫേസസ് ആക്കി കൊടുക്കുക. അകത്തുള്ള 2 വാൾസിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് എത്ര വന്നിട്ടുണ്ട്? 360/390 ആണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ ലൈൻ എടുത്ത് വരച്ച കേസിലാണ് ഇങ്ങനെ. ഇൻ കേസ് ഇപ്പൊ ഞാനൊരു റെക്ടാംഗിൾ എടുത്താണ് വരച്ചിരുന്നതെന്നുണ്ടെങ്കിലോ, ആർക്കിടെക്ചർ ടാബിൽ വാൾ എടുക്കുക, അത് അവിടുത്തെ റെക്ടാംഗിൾ എടുക്കുക, അതിനുശേഷം ജസ്റ്റ് റാൻഡം ആയിട്ടൊരു റെക്ടാംഗിൾ ഇങ്ങനെ വരയ്ക്കും. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആണ്. ജസ്റ്റ് ഈ ഒരു വാളിനെ സെലക്ട് ചെയ്യുമ്പോൾ ആ വാളിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള അടുത്ത വാളിന്റെ ഡയമെൻഷൻ നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 777 ആണ് കിടക്കുന്നത്. ഇന്നർ ടു ഇന്നർ ഡയമെൻഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഡയറക്റ്റ് എന്താക്കി കൊടുത്താൽ മതി? 390 ആക്കി കൊടുക്കുക.
നമുക്ക് അവിടെ 23 wall ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ഡയറക്റ്റ് ഇന്നർ ടു ഇന്നർ ഡയമെൻഷൻ ആണ് കാണിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് ഈ വാളിന്റെ ഡയമെൻഷൻ ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വാൾ സെലക്ട് ചെയ്യാം. ഈ വാളിന് പെർപെൻഡിക്കുലർ ഒന്നുകിൽ ഇതോ അല്ലെങ്കിൽ ഇതോ ആയിരിക്കും. അപ്പൊ ഞാൻ ഈ ഒരു വാൾ സെലക്ട് ചെയ്തു. അവിടെ നമുക്ക് എത്ര ആക്കി കൊടുക്കണം? 360 ആക്കി കൊടുക്കണം. അപ്പൊ കറക്റ്റ് ഇനി നമുക്കൊന്ന് ഡയമെൻഷൻ ചെയ്ത് നോക്കാം. അനോട്ടേറ്റ് ടാബിൽ പോവുക, അലൈൻഡ് ഡയമെൻഷൻ എടുക്കുക, ഈ അകത്തുള്ള ഡയമെൻഷൻ നോക്കാം. 360 by 390 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ലൈൻ എടുത്ത് വരച്ചാലും എന്താണ് റെക്ടാംഗിൾ എടുത്ത് വരയ്ക്കുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി ബാക്കി പോർഷൻ വരയ്ക്കാം. ബാക്കി എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ഒരു ടോയ്ലറ്റിന്റെ പോർഷൻ ആണ് വരുന്നത്. അപ്പൊ ടോയ്ലറ്റിൻ്റെത് വരയ്ക്കാനായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 142 സെന്റിമീറ്ററിലാണ് ടോയ്ലറ്റ് നമുക്ക് എക്സ് ആക്സിസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓഫ്സെറ്റ് എടുത്ത്, നമ്മൾ ക്യാഡിലാണെങ്കിൽ ഓഫ്സെറ്റ് എടുത്തിട്ടായിരിക്കും 142 കൊടുത്തിട്ട് വരയ്ക്കാം. അപ്പൊ നമ്മൾ ഇവിടെയും ഓഫ്സെറ്റ് ടൂൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഓഫ്സെറ്റ് കൊടുക്കുമ്പോൾ എന്ത് കൊടുക്കും? നമ്മുടെ എക്സ് ആക്സിസിൽ തന്നിരിക്കുന്ന ഇന്നർ ടു ഇന്നർ ഡയമെൻഷന്റെ കൂട്ടത്തിൽ വാളിന്റെ തിക്നെസ്സും കൂടെ ആഡ് ചെയ്യും. അതായത് 142 + 23. അപ്പൊ നമുക്ക് 165 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? ആർക്കിടെക്ചർ ടാബ് എടുക്കുക, വാൾ എടുക്കുക, ഇവിടെ നിന്ന് ഓഫ്സെറ്റ് ടൂൾ എടുക്കുക, 165 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക ഓഫ്സെറ്റ്. അതിനുശേഷം ഈ ഒരു വാളിനെ സെലക്ട് ചെയ്യും. അപ്പൊ നമുക്ക് 142 ഡിസ്റ്റൻസിൽ ഒരു വാൾ ക്രിയേറ്റ് ആയി കിട്ടിയിട്ടുണ്ടോ? കണ്ടോ? ഇതിപ്പോ കറക്റ്റ് 142 ഡിസ്റ്റൻസിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വാൾസിനെയും എന്ത് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്, കണക്ട് ചെയ്യാന്നുള്ളതാണ്. കാരണം നമുക്ക് ഇങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെ കണക്റ്റഡ് രൂപത്തിലാണ് വേണ്ടത്. ഒന്നുകിൽ ഇതിനെ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ കൊണ്ട് പ്ലേസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മോഡിഫൈ പാനലിനകത്തുള്ള ട്രിം ഓർ എക്സ്റ്റെൻഡ് കോർണർ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഫില്ലറ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ്, ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതെന്ന് വെച്ചാല് ഈ ഒരു വാളിന്റെ വൈ ആക്സിസ് തന്നിട്ടുണ്ട്, 250 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? ഓഫ്സെറ്റ് കൊടുത്തിട്ട് വരയ്ക്കാം. ഓഫ്സെറ്റ് കൊടുത്തിട്ട് വരയ്ക്കുന്ന കേസിൽ എന്ത് ശ്രദ്ധിക്കണം? നമ്മുടെ വാളിന്റെ തിക്നെസ്സും കൂടെ കൊടുക്കണം. അപ്പൊ 250 ആണ് ഇവിടെ എക്സ് വൈ ആക്സിസ് തന്നിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ 23 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 273. ഓക്കെ, അപ്പൊ ഞാൻ ഓഫ്സെറ്റ് എടുത്തു, 273 ഓഫ്സെറ്റ് കൊടുത്തു, ഈ വാളിനെ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമില്ലാത്ത വാൾസിനെയൊക്കെ ട്രിം ചെയ്ത് കളയാം. ഒന്നുകിൽ നമ്മൾ ഈ വാൾ സെലക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ഒരു ഗ്രിഡ് പോയിന്റ് യൂസ് ചെയ്ത് മൂവ് ചെയ്ത് ഇങ്ങനെ സെന്റർ ലൈനിൽ കൊണ്ടുവയ്ക്കാം. അല്ലെങ്കിൽ ട്രിം ഓർ എക്സ്റ്റെൻഡ് കോർണറോ ട്രിം ഓർ എക്സ്റ്റെൻഡ് സിംഗിൾ എലമെന്റോ വെച്ചിട്ട്, കോർണർ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. കോർണർ എടുത്തിട്ട് ഞാൻ ഇത് രണ്ട് വാൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വാൾസ്, ഈ ഒരു വാൾ നമുക്ക് ഇവിടെ നിന്ന് റിമൂവ് ആയി പോകും. അത് നമുക്ക് ഏതെങ്കിലും ഒരു കോർണറിന്റെ കേസിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ ഇവിടുന്ന് ട്രിം ഓർ എക്സ്റ്റെൻഡ് സിംഗിൾ എലമെന്റ് എടുത്ത ശേഷം നമുക്ക് ഏതാണോ, എവിടം വരെയാണോ നമ്മുടെ വാൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് ആ ഒരു ബൗണ്ടറി സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള വാളിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആവശ്യമില്ലാത്ത വാൾ അവിടെ നിന്ന് റിമൂവ് ആയി പോയി. നെക്സ്റ്റ്, ഇനി നമുക്ക് അടുത്ത വരയ്ക്കേണ്ടതെന്ന് പറയുന്നത്, ഇതുവരെ വരച്ചു, ബെഡ്റൂമും വരച്ചു, ടോയ്ലറ്റും വരച്ചു. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് ഈ ടോയ്ലറ്റിന് ശേഷമുള്ള വാള് ഇത് മുതൽ ഇങ്ങറ്റം വരെ, ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 600 ആണ് തന്നിട്ടുണ്ട്. ആ ഒരു ലെങ്ത് നമുക്ക് ആദ്യം വരച്ചു കൊടുക്കാം. 600 ആണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ 600 ആയിട്ട് വരയ്ക്കാൻ പറ്റത്തില്ല. 600ന്റെ കൂടെ എത്രയായിരിക്കും വരയ്ക്കുക? ഒരു 23 കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ ഞാൻ ലൈൻ എടുത്തു, ഇതിന്റെ സെന്റർ പോയിന്റ് പിക്ക് ചെയ്തിട്ട് എത്ര കൊടുക്കുക? 623 എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഞാൻ PDF എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 600 വാൾ എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മുകളിലോട്ട് ഒരു വാൾ പോയിട്ടുണ്ട്. പക്ഷെ ആ വാളിന്റെ ഹൈറ്റ് നമുക്ക് അറിയത്തില്ല. ഈ സൈഡിൽ നമുക്ക് അതിന്റെ ഹൈറ്റ് കൊടുത്തിട്ടില്ല, കറക്റ്റ് ഹൈറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ള കേസിൽ നമ്മൾ ജസ്റ്റ് റാൻഡം ആയിട്ട് ഒരു ചെറിയൊരു ഹൈറ്റ് കൊടുക്കുക. എന്നിട്ട് ബാക്കി നമുക്ക് ലാസ്റ്റ് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ഞാൻ റെവിറ്റിൽ വന്നു, വെറുതെ ഒരു ഹൈറ്റ്, റാൻഡം ആയിട്ട് ഒരു ഹൈറ്റ് കൊടുത്തു. അതിനുശേഷം നമുക്ക് എക്സ് ആക്സിസിലോട്ട് ഇവിടെ വർക്ക് ഏരിയയുടെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വൈ ആക്സിസ് ആണ് അറിയാത്തത്, കുഴപ്പമില്ല. എക്സ് ആക്സിസ് തന്നിട്ടുണ്ട്, അത് എത്രയാ? 420 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ 420 ആണ് നമുക്ക് എക്സ് ആക്സിസിലുള്ളത്. അപ്പൊ നമ്മൾ വരയ്ക്കുമ്പോൾ എത്ര കൊടുക്കും? 420യുടെ കൂടെ 23 കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് എത്ര വരും? 443 വരും അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ റെവിറ്റിൽ വന്നു, ഇങ്ങോട്ടേക്കായിട്ട് 423 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു, എൻ്റർ കൊടുത്തു. ഇനി നമുക്ക് താഴോട്ട് ഏതുവരെ ഹൈറ്റ് പോയിട്ടുണ്ടെന്നുള്ളത് നോക്കണമെങ്കിൽ ഒന്നുകിൽ നമ്മളിങ്ങനെ വരച്ച് ഓരോന്ന് വരച്ച് പോകണം,
അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ജസ്റ്റ് താഴെ വരെ ഒരു ലൈൻ വരയ്ക്കാം. പിന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി ഇവിടം വരെ നമ്മൾ ബെഡ്റൂമിന്റെ ഇത്രയും പോർഷൻ വരച്ചിട്ടുണ്ട്. പിന്നെ ഇത് വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. 247 ആണ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസ് വരച്ചു കഴിഞ്ഞിട്ട് അതും ഈ ഒരു വോളുമായിട്ട്, ആ രണ്ട് വോളും ഒരു സ്ഥലത്ത് തന്നെയാണ് എൻഡ് ചെയ്യുന്നത്. അത് വെച്ച് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്കത് വരച്ചു നോക്കാം. അപ്പോ ഞാൻ റെവിറ്റിൽ വന്നു. ഞാൻ ജസ്റ്റ് ഇവിടെ വെറുതെ ഒരു ലൈൻ ഇങ്ങനെ വരച്ചിടുവാണ്. അപ്പൊ പിന്നീട് അത് കണക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു ബെഡ്റൂമിന്റെ താഴെയായിട്ട് ഇത്രയും പോർഷൻ വരുന്നുണ്ട്. അവിടുത്തെ ഹൈറ്റ് വൈ ആക്സിസ് തന്നിരിക്കുന്നത് 247 ആണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ 23 കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാം. വാൾ എടുത്തു, ലൈൻ ചൂസ് ചെയ്തിട്ട് ഇതിന്റെ സെന്ററിൽ നിന്നായിട്ട് ഞാൻ ഇങ്ങനെ നമുക്ക് 247 അല്ലായിരുന്നു, അതിന്റെ കൂടെ 23 കൂടെ ആഡ് ചെയ്യുമ്പോൾ 270 കൊടുക്കുക, എൻ്റർ ചെയ്യുക. അപ്പൊ നമ്മുടെ ഈ ഒരു വോൾ എൻഡ് ചെയ്യുന്ന പോർഷൻ നമുക്ക് കിട്ടി. ഈ ഒരു വോൾ ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത് കിട്ടി. ഇനി ഡയറക്റ്റ് ഇതിനെ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. എന്താ ഇതുവരെ ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി ആവശ്യമില്ലാത്ത വോളിനെ അങ്ങ് ട്രിം ചെയ്ത് കളയാം. ഒന്നുകിൽ ഇതിനെ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ട്രിം ഓർ എക്സ്റ്റെൻഡ് സിംഗിൾ എലമെന്റ് എടുത്തിട്ട് നമുക്ക് ബൗണ്ടറി ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കാം, ആവശ്യമുള്ള വാളിനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആവശ്യമില്ലാത്ത വാൾ അവിടെ നിന്ന് റിമൂവ് ആവും. നെക്സ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഇവിടെ എത്ര തന്നിട്ടുണ്ട്, നമുക്ക് ബെഡ്റൂമിൽ നിന്ന് മുകളിലോട്ട് പോകാം, എന്നിട്ട് ബാക്കി പോർഷൻ ചെയ്യാം. അപ്പൊ ബെഡ്റൂമിന്റെ ഹൈറ്റ് എക്സ് ആക്സിസ് തന്നിട്ടുണ്ട്, എത്രയാണ് 300 ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു ഹൈറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. 300 ആകുമ്പോഴത്തേക്കും 300ന്റെ കൂടെ 23 കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു ഓഫ്സെറ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ അഗെയിൻ വാളിനകത്ത് ഓഫ്സെറ്റ് എടുത്തു, 323 ഓഫ്സെറ്റ് കൊടുത്തു, ഈ വാളിനെ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ എന്താ ഈ ഒരു ബെഡ്റൂമിന്റെ ഇത്രയും പോർഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന്റെ എക്സ് ആക്സിസ് തന്നിട്ടുണ്ട് 420 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ആ ഒരു 420 ഓഫ്സെറ്റ് എടുത്ത് വരച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ നിന്ന് ആർക്കിടെക്ചറിനകത്ത് തന്നെ ഓഫ്സെറ്റ് എടുത്തു, 443 വരും. അപ്പൊ 420 അല്ലേ കിടന്നത്, അപ്പൊ 443 ഓഫ്സെറ്റ് കൊടുത്തു. അതായത് 420യുടെ കൂടെ 23 കൂടെ ആഡ് ചെയ്തിട്ടാണ് 443 വന്നത്. എന്നിട്ട് 420 ആയിരുന്നു അല്ലേ, 420 പ്ലസ് 23 ആകുമ്പോൾ 443. ഇപ്പൊ നമ്മൾ നേരത്തെ വരച്ചതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. നമുക്ക് ആക്ച്വലി വേണ്ടത് 420യുടെ വാളാണ്, പക്ഷെ ഞാനൊരു 400 ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വാളിനെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ 400 എന്ന് കാണിക്കും. അപ്പൊ അതിനെ എന്ത് ചെയ്ത് കൊടുക്കുക, എഡിറ്റ് ചെയ്ത് 420 ആക്കി കൊടുത്താൽ മതി. അതിപ്പോ 420 ചേഞ്ച് ആയിപ്പോ. ഓക്കെ, ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് അപ്പൊ 420 ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, അടുത്ത ബെഡ്റൂമിൻ്റെത് കൊടുക്കാം. ബെഡ്റൂമിൻ്റെത് എനിക്ക് തോന്നുന്നത് ഈ ഒരു 420 സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് ബെഡ്റൂമിന് വരുന്നത്. ജസ്റ്റ് ഈ ഒരു വാളിനെ എക്സ്റ്റെൻഡ് ചെയ്ത് താഴെ വരെ കൊണ്ടുവന്നിട്ട് ആവശ്യമില്ലാത്തതിനെ ട്രിം ചെയ്ത് കളയാം. ഇപ്പൊ ആവശ്യമില്ലാത്തതെന്ന് പറയുന്നത് ഈ ഒരു വാൾ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ഒരു വാള് നമുക്ക് പകുതി ഇത്ര വരെ മതി. ഈ ഒരു പോർഷനിൽ ആ വാളിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു വാളിനെ റിമൂവ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടുന്ന് ട്രിം ഓർ എക്സ്റ്റെൻഡ് സിംഗിൾ എലമെന്റ് എടുത്തു. അതിനുശേഷം ബൗണ്ടറി സെലക്ട് ചെയ്തു, ആവശ്യമുള്ള വാളിനെ സെലക്ട് ചെയ്തു. അപ്പൊ ഇങ്ങോട്ടേക്കുള്ള വാൾ റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വാളിനെയാണ് റിമൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇതൊരു സെന്റർ പോർഷനിലുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന 3 ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ ട്രിം ചെയ്യാൻ പറ്റത്തില്ല. അത് ഞാൻ ആ ഒരു കേസ് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കേസിൽ നമ്മൾ സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ സ്പ്ലിറ്റ് എടുത്തു, ആ വാളിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ട്രിം ഓർ എക്സ്റ്റെൻഡ് കോർണർ എടുത്തിട്ട് ഇതിന് രണ്ടിനെയും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു, അങ്ങനെ ഫില്ലറ്റ് ചെയ്തു. ഇതിനെയും ഞാൻ അങ്ങനെ ഫില്ലറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ എന്തായി, ബെഡ്റൂം ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് അടുത്തൊരു ടോയ്ലറ്റിന്റെ പോർഷൻ ആണ്. ടോയ്ലറ്റിന്റെ വൈ ആക്സിസ് തന്നിട്ടുണ്ട്, എത്രയാണ് 142 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു ഓഫ്സെറ്റ് എടുത്ത് വരയ്ക്കാം. 142ന്റെ കൂടെ ഒരു 23 കൂടെ ആഡ് ചെയ്തിട്ട് ഓഫ്സെറ്റ് വരയ്ക്കാം. ഞാൻ ഇവിടുന്ന് ഓഫ്സെറ്റ് എടുത്തു, 142ന്റെ കൂടെ 23 കൂടെ ആഡ് ചെയ്യുമ്പോൾ 165 വരും. ഞാൻ ഇവിടുന്ന് വാളിനെ സെലക്ട് ചെയ്തു. അപ്പൊ അവിടെ ആയിട്ട് 142 ഡിസ്റ്റൻസിൽ ഒരു ഓഫ്സെറ്റ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു ടോയ്ലറ്റിന്റെ എക്സ് ആക്സിസ് തന്നിരിക്കുന്നത് 304 ആണ്. അപ്പൊ ഞാൻ 304 കൊടുത്തിട്ട് ഒരു ഓഫ്സെറ്റ് കൊടുക്കാൻ പോവാണ്. 304ന്റെ കൂടെ 23 കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഓഫ്സെറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ 304 പ്ലസ് 23
എത്ര വരും? 327. അപ്പൊ ഞാൻ ഓഫ്സെറ്റ് എടുത്തു. ഓഫ്സെറ്റ് ആയിട്ട് 327 കൊടുത്തു. ഈ ഒരു വാളിനെ സെലക്ട് ചെയ്തു. അപ്പോഴും നമുക്ക് ട്രിം ചെയ്ത് കളയാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ്, ഒരുപാട് വാൾസുകളുണ്ട്. ഞാൻ ഇവിടുന്ന് ട്രിം ഓർ എക്സ്റ്റെൻഡ് സിംഗിൾ എലമെന്റ് എടുത്തു, ബൗണ്ടറി സെലക്ട് ചെയ്തു, ആവശ്യമുള്ള വാളിനെ സെലക്ട് ചെയ്തു. അതുപോലെ അഗെയിൻ ഇവിടുന്ന് ട്രിം ഓർ എക്സ്റ്റെൻഡ് എടുത്തു, ബൗണ്ടറി സെലക്ട് ചെയ്തു, ആവശ്യമുള്ള വാളിനെ സെലക്ട് ചെയ്തു. അഗെയിൻ ഇവിടെയും ബൗണ്ടറി സെലക്ട് ചെയ്തു, ആവശ്യമുള്ള വാളിനെ സെലക്ട് ചെയ്തു. അപ്പൊ നമുക്ക് അവിടുത്തെ ആ ടോയ്ലറ്റും കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഈ ടോയ്ലറ്റിന്റെ ഈ എൻഡ് ചെയ്യുന്ന പോർഷൻ അത് തന്നെ മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ പോയിട്ടുണ്ട്. നമ്മുടെ 600 എന്ന് പറഞ്ഞ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിന് കുറച്ചും കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അത് രണ്ട് മീറ്റ് ചെയ്യുന്ന ഒരു പോർഷൻ ഇവിടെ ഉണ്ട് കണ്ടോ. ഈ ഒരു 600 എന്ന് പറയുന്ന വോൾ നമ്മൾ ഇവിടെ വരെ വരച്ചിട്ടുള്ളൂ, അത് ഇങ്ങോട്ട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന് ഈ ഒരു ടോയ്ലറ്റിന്റെ വാളിനെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുക. കാരണം ഇവിടുത്തെ കിച്ചന്റെ ഷേപ്പ് അങ്ങനെയാണ് ഇരിക്കുന്നത്, ഒരു സ്ക്വയർ ഷേപ്പ് അല്ല, ഒരു എൽ പോലത്തെ ഷേപ്പാണ്. അപ്പൊ നമുക്ക് ആ ഒരു കറക്റ്റ് എൽ ഷേപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ടോയ്ലറ്റിന്റെ വാളിനെ കുറച്ച് മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു 600 നമ്മൾ വരച്ച വാളിനെ കുറച്ചും കൂടെ റൈറ്റ് സൈഡിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ രണ്ട് വാൾസും കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നമുക്ക് ആ വാളിനെ ജോയിൻ ചെയ്ത് കിട്ടും. അപ്പൊ നമുക്ക് കറക്റ്റ് ആ കിച്ചന്റെ കറക്റ്റ് ഷേപ്പ് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബാത്റൂമിന്റെ തന്നെ ജസ്റ്റ് ഈ ഒരു ഡ്രാഗ് ഗ്രിഡ് യൂസ് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെച്ചു. ഈ ഒരു 600 വാളിനെയും ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെച്ചു. അപ്പൊ നമുക്ക് കറക്റ്റ് കിച്ചന്റെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചന്റെ ഒരു ഹൈറ്റ് കൊടുക്കണം. കിച്ചന്റെ ഹൈറ്റ് ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാ? 300 ആണെന്ന് തന്നിട്ടുണ്ട് ഹൈറ്റ്. അപ്പൊ 300 കൂടെ 23 കൊടുത്തിട്ട് ഓഫ്സെറ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ അഗെയിൻ ഓഫ്സെറ്റ് എടുത്തു, 323 ഓഫ്സെറ്റ് കൊടുത്തു. ഇതിനെ ഈ ഒരു വാളിനെ ഇങ്ങനെ സെലക്ട് ചെയ്തു. എന്നിട്ട് ഈ വാൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു വാൾ സെലക്ട് ചെയ്തുകൊണ്ട് അതുവരെയുള്ള ലെങ്ത് ആയിരിക്കും കാണുന്നത്. നമുക്ക് ഡ്രാഗ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇതിനകത്ത് കൊണ്ട് ജോയിൻ ചെയ്യാം. കിച്ചന്റെയും ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ ഡിസ്റ്റൻസ് ആണ്. ഇതിന്റെ ഡിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ 119 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ടോയ്ലറ്റിന്റെ വർക്ക് ഏരിയയുടെ ഹൈറ്റ് തന്നിട്ടുണ്ട് 150 ആണെന്ന് ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഡയറക്റ്റ് ആ ഒരു 150 എന്ന് പറയുന്ന വാല്യൂ സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഞാനത് 150 ആക്കി കൊടുത്തു. അപ്പൊ നമുക്ക് കറക്റ്റ് ആ ഒരു ഡയമെൻഷൻ കിട്ടും. നമുക്കൊന്ന് അലൈൻമെന്റ് ഡയമെൻഷൻ എടുത്ത് നോക്കാം. അലൈൻ ഡയമെൻഷൻ എടുത്തിട്ട് എല്ലാത്തിന്റെ ഹൈറ്റ് ശരിയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഇതിന്റെ ഡയമെൻഷൻ ശരിയാണോ നോക്കാം. ഇവിടെ കണ്ടോ, വർക്ക് ഏരിയത് 150 തന്നെയാണ്, അത് വന്നിട്ടുണ്ട്. പിന്നെ കിച്ചന്റെ ഹൈറ്റ് 300 ആണ്, അതും വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് 142 ടോയ്ലറ്റിൻ്റെതും 300 ബെഡ്റൂം, അത് വന്നിട്ടുണ്ടോ നോക്കാം. 142 300 കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു സ്ഥലത്ത് ഇൻകേസ് എവിടെയെങ്കിലും നമുക്ക് ഹൈറ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ പോലെ വരച്ചിട്ട് ലാസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇത്രയും പോർഷൻ വരച്ചു. ഇനി നമുക്ക് കവർ ചെയ്യേണ്ട പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു കോർട്ട്യാർഡിന്റെ പോർഷനാണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ അത് വരയ്ക്കാനായിട്ട് നമുക്ക് ഒരു ട്രിക്ക് ഉണ്ട്. ഇവിടം വരെ നമ്മളൊരു വോൾ വരച്ചിട്ടുണ്ട്, അത് തന്നെയാണ് ഇങ്ങറ്റം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത്. സെന്റർ പോർഷനിൽ ആ വോൾ ഇല്ലാന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വരയ്ക്കാൻ കേട്ടോ. നമുക്ക് പഠിക്കുന്ന ടൂൾ യൂസ് ചെയ്തിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും വരയ്ക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുവാണ്, ഈ ഒരു വാളിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഒരു ബെഡ്റൂമിന്റെ വാൾ വരെ കൊണ്ടുവരാൻ പോവാണ്. എന്നിട്ട് ആവശ്യമില്ലാത്തതിന് ഞാൻ ട്രിം ചെയ്ത് കളയാൻ പോകും. അപ്പൊ ഞാൻ ഈ ഒരു വാളിനെ സെലക്ട് ചെയ്തു, ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചു. ഇനി നമുക്ക് വരുന്ന പോർഷൻ എന്താണ്? ഇവിടെ ഒരു സിറ്റ് ഔട്ടിന്റെ പോർഷൻ ആണ്. അവിടെ നമുക്ക് വാൾ ഇല്ല, അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. അതുപോലെ തന്നെ ഇതിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ടാവും 465 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു വാള് ജസ്റ്റ് 465 ഒരു ഓഫ്സെറ്റ് കൊടുത്തിട്ട് വരയ്ക്കാം. 465 പ്ലസ് നമുക്കൊരു 23 കൂടെ ആഡ് ചെയ്യണം. അപ്പൊ എത്ര വരും? 465 പ്ലസ് 23 488 വരും. അപ്പൊ ഞാൻ ഇവിടുന്ന് ഓഫ്സെറ്റ് എടുത്തു, 488 കൊടുത്തു. ഈ വാളിനെ ഇങ്ങനെ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ട്രിം ചെയ്ത് കളയേണ്ട വാൾ ഏതൊക്കെയാ നോക്കാം. ഇവിടെ ഒരു വാൾ വന്നിട്ടുണ്ട്, അതിന്റെ ആവശ്യമില്ല. ഇവിടെയും ഒരു വാൾ വന്നിട്ടുണ്ട്, അതിന്റെയും ആവശ്യമില്ല. അതാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്. ഇവിടുത്തെ വാളും ഇവിടുത്തെ സെന്ററിലുള്ള വാളും. അപ്പൊ നമുക്ക് ഈ ഒരു ഇത് സെന്ററിൽ വന്നിരുന്ന ഒറ്റ വാൾ ആയതുകൊണ്ട് തന്നെ സെന്ററിൽ മാത്രമായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കേസിൽ നമ്മൾ സ്പ്ലിറ്റ് ഓപ്ഷൻ എടുത്തിട്ടായിരിക്കും കൊടുക്കുക. ഞാൻ സ്പ്ലിറ്റ് ചെയ്തു ഈ രണ്ട് വാളിനെയും. എന്നിട്ട് എന്ത് ചെയ്യാം, ഒന്നുകിൽ ഡ്രാഗ് ഓപ്ഷൻ യൂസ് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ട്രിം ഓർ എക്സ്റ്റെൻഡ് കോർണർ എടുത്തിട്ട്
ഇങ്ങനെ ട്രിം ചെയ്ത് വെക്കും. കണ്ടോ? അപ്പൊ നമുക്ക് കറക്റ്റ് ഈ ഒരു സെയിം പ്ലാൻ തന്നെ നമ്മളിതാ ഇതിനകത്ത് റെഡിറ്റിനകത്തും വരച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ക്യാഡിലെ പോലെ വിൻഡോയ്ക്കോ ഡോറിനോ ഒന്നും ഇതുപോലെ ഓപ്പണിംഗ് ഒന്നും നമ്മൾ കൊടുക്കേണ്ടതില്ല. ജസ്റ്റ് നമുക്ക് ഡയറക്റ്റ് പ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ, ഡോറും വിൻഡോസ് ഒക്കെ. അപ്പൊ നമുക്ക് ആ ഒരു ഡോറും വിൻഡോയും പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇതുവരെയുള്ള പോർഷൻ ഒന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു.